ഒരുപക്ഷെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരു ഗസ്റ്റ് ഹൗസ് കൊടുക്കുന്നു. ആ ഗസ്റ്റ് ഹൗസിന് അദ്ദേഹം വാടക കൊടുക്കേണ്ടതില്ല, കറണ്ട് ബിൽ അടയ്ക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. ഔദ്യോഗിക അംഗീകാരമായി തന്നെ വീട് കിട്ടുന്നു. 100% അതിനകത്ത് വാസ്തു ഫാൾട്ട് ഉണ്ടെങ്കിൽ ഇയാൾ അത് അനുഭവിക്കണം. അതിനൊരു ലോ ഓഫ് അട്രാക്ഷനിൽ തോട്ട് എനർജിയിൽ ഒരു 25% അതിന്റെ ഉടമസ്ഥനും 75% ഈ ജീവിക്കുന്ന ആൾക്കാർക്കുമാണ്. 25% അവിടെ ജീവിക്കാത്തതിന്റെ ഉടമയ്ക്കുണ്ടെന്ന് പറയുന്നത് തോട്ട് എനർജിയിലാണ്. തോട്ട് എനർജിയാണ് ലോകം തന്നെ നിയന്ത്രിക്കുന്നത്. ഹായ്, നമസ്കാരം. വാസ്തുപരമായി മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. വാസ്തു മേഖലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെയുള്ള ഉത്തരവുമായിട്ടാണ് ആസ്ട്രൽ തങ്കച്ചൻ സാറ് നമ്മോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പം ഒരുപാട് പേര് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പൊ മറ്റുള്ളവരുടെ വസ്തുവകകള് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഗവൺമെന്റ് ക്വാർട്ടേഴ്സ്, ഗസ്റ്റ് ഹൗസിലൊക്കെ നമ്മൾ പോയി നിൽക്കുന്നത്, അവിടെയുള്ളൊക്കെ ഈ വസ്തുവകകൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ അവിടെ പോയി താമസിക്കുന്നവർക്കാണെങ്കിലും ഈ വാസ്തുദോഷം അവർക്ക് നേരിടേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റാ. 100 അല്ല 1000% വാസ്തുവിനറിയില്ല ഇതിന്റെ ആരുടെ മുതലാളിയാണ്, ആരാണ് ഇയാള്, അതാണെന്ന്. പക്ഷേ അതിനൊരു ലോ ഓഫ് അട്രാക്ഷനിൽ തോട്ട് എനർജിയിൽ ഒരു 25% അതിന്റെ ഉടമസ്ഥനും 75% ഈ ജീവിക്കുന്ന ആൾക്കാർക്കുമാണ്. 25% അവിടെ ജീവിക്കാത്തതിന്റെ ഉടമയ്ക്കുണ്ടെന്ന് പറയുന്നത് തോട്ട് എനർജിയിലാണ്. തോട്ട് എനർജിയാണ് ലോകം തന്നെ നിയന്ത്രിക്കുന്നത്. ഈവൻ ഭക്തിമാർഗമായിരുന്നല്ലേ ശരി. ശനി രാമ രാമ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ആ ദൈവത്തോട് പറയുന്നത് ആ ദൈവത്തിന്റെ ഫോൺ നമ്പറിലല്ല, വിചാരങ്ങളിലൂടെയാണ്. അപ്പോൾ ഇന്ന് ലോകം മുഴുവനും ഭക്തിമാർഗം വലിയ രീതിയിൽ, എല്ലാ ഭക്തിമാർഗങ്ങളും വലിയ രീതിയിൽ വളർന്നു വരുന്നൊരു കാലവും കൂടിയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തോട്ട് എനർജിയാണ്. മനസ്സിൽ വിളിക്കുന്നു. ഇപ്പൊ ഞാൻ എന്നെ ചോദിച്ചാൽ പ്രപഞ്ചത്തിനോടാണ് ചോദിക്കുന്നത്. എന്റെ ദൈവം പ്രപഞ്ചവും സൂര്യനുമാണ്. അതിനുശേഷം അതിന്റെ സബോർഡിനേറ്റ്സ് പോലെ കുറച്ച് ആൾക്കാരെ ഞാൻ എനർജി പോയിന്റുകളായി തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ ഒരു മാതാവിന്റെ രൂപം നോക്കിയിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ആ മാതാവ് ആ വിഗ്രഹവും അല്ല, നിങ്ങളുടെ വിചാരങ്ങളും നിങ്ങളുടെ ആ എനർജിയുമാണ്, ആ തോട്ട് എനർജിയാണ് അത് പ്രപഞ്ചം തരുന്ന മറുപടി. അതേപോലെയാണ്. കാരണം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ വന്നായിരുന്നു. 25% 75% എന്ന് പറയുമ്പോൾ വാസ്തുവിന് ഹൗസ് ഓണറിന്റെ അഡ്രസ് അറിയില്ലെന്ന് പറയുന്നു. പിന്നെ എങ്ങനെ 25% ഈ വാസ്തു കൊണ്ട് അയാളെ പണിഷ് ചെയ്യുമെന്ന് ചോദിച്ചു. അത് ശരിക്കും ഒരു ക്രിട്ടിക്കൽ, ഒരു ഗുഡ് ക്വസ്റ്റ്യനും കൂടിയാണത്. പക്ഷെ ആ വാസ്തു 25% തോട്ട് എനർജിയിലൂടെയാണ്. എന്റേത് 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 നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെ നടക്കുന്ന ദൂഷ്യവും, ഇപ്പൊ എന്റെ വീട് എന്റെ വീട് എന്റെ വീട് എന്ന് പറയുമ്പോൾ ആ വീട്ടിലൊരു തേങ്ങ വീഴുന്ന ഗ്ലാസ് പൊട്ടിയെങ്കിൽ അത് ഞാനാണ് ശരിയാക്കേണ്ടത്, അല്ലേ? ഞാനവിടെ താമസിച്ചില്ലെങ്കിലും, അല്ലേ? അതേപോലത്തെ ഒരു രീതിയിൽ തോട്ട് എനർജിയിൽ വരുന്ന രഹസ്യമാണ്. ആ തോട്ട് എനർജിയെ ഒന്നുകൂടെ പ്രൂഫ് ചെയ്യാണ് ഞാൻ ഭക്തി മാർഗത്തിലൂടെ ഞാൻ പറഞ്ഞ മറ്റൊന്ന്. വിചാരങ്ങളിലൂടെയാണ് നമ്മൾ പലതും ഈ പ്രപഞ്ചത്തിൽ, പ്രത്യേകിച്ച് സ്പിരിച്വൽ അറേഞ്ച്മെന്റുകളെല്ലാം മാനിപ്പുലേഷൻ, വിചാരങ്ങളാണെല്ലാം. അതിന് പ്രപഞ്ചം മറുപടി തരും. സർവ്വസഹിഷ്ണിയും സർവ്വസമ്പന്നയുമായ അമ്മയാണ് പ്രപഞ്ചം. എത്ര വേണോ അതിനൊന്ന് നേടിയെടുക്കാം. പക്ഷെ നമ്മൾ പക്വപ്പെടുന്നത് പോലെയാണ് നേടിയെടുക്കുന്നത്. പക്ഷെ അത് വേറൊരു സബ്ജക്റ്റാണ്. ഇപ്പൊ ചോദിച്ച ചോദ്യം, ഒരു ഗസ്റ്റ് ഹൗസ്, ഒരുപക്ഷെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരു ഗസ്റ്റ് ഹൗസ് കൊടുക്കുന്നു. ആ ഗസ്റ്റ് ഹൗസിന് അദ്ദേഹം വാടക കൊടുക്കേണ്ടതില്ല, കറണ്ട് ബിൽ അടയ്ക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. അയാളുടെ ജോലി ഔദ്യോഗിക അംഗീകാരമായി തന്നെ വീട് കിട്ടുന്നു. 100% അതിനകത്ത് വാസ്തു ഫാൾട്ട് ഉണ്ടെങ്കിൽ ഇയാൾ അത് അനുഭവിക്കണം. ഇനി ഒരു കാർ ഗിഫ്റ്റ് ചെയ്യുന്നു, മനസ്സിലല്ലേ? അയാൾ ആരുടെ പേരിലാണോ ആ തലയെടുത്ത് ആ കാറിനകത്ത് ഉണ്ടായിരിക്കും. ഒരു കാർ മേടിച്ച് കുറച്ചു കാലം ഉപയോഗിക്കുന്നു, ആ കാറിന്റെ ഓണറിന്റെ തലയെടുത്ത് എന്താണോ ആ രഹസ്യം ആ കാറിനകത്ത് ഉണ്ടായിരിക്കും. എന്തിന് നമ്മൾ പറയത്തില്ല, മറ്റൊരാളുടെ ചെരുപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ, ഇപ്പൊ അത് ആരും ഉപയോഗിക്കാറില്ല, അത് പണ്ടൊക്കെ, ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല സ്വന്തം ചെരുപ്പല്ലാതെ. വേറൊരാളുടെ ചെരുപ്പ്, അല്ലെങ്കിൽ മോഷ്ടിച്ച ചെരുപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് തന്നെ മോഷണം പോയി കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് ഒരു ഭക്തി മാർഗത്തിൽ ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ചെരുപ്പ് പല ഭാഗങ്ങളിലും പോകാറുണ്ട്. അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ പല ഭാഗങ്ങളിലും ഒരുപാട് വട്ടം എനിക്ക് എന്റെ ചെരുപ്പ് കളയാം. അപ്പൊ ഞാൻ സന്തോഷമായിട്ടാണ് വരുന്നത്. കാരണം എനിക്ക് എന്റെ ചെരുപ്പ് ആരെങ്കിലും മോഷ്ടിച്ചിട്ട് പോവോ കളഞ്ഞു പോവോ ഞാൻ മറന്നു പോയി കഴിഞ്ഞാൽ എന്റെ ഒരു കുറച്ച് കർമ്മ പോയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ വിശ്വാസമാണ് കേട്ടോ. പിന്നെ അതല്ല തന്നെ മറ്റു ചില ആൾക്കാരുടെ തിങ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം പരീക്ഷിക്കാം. നമുക്കൊരു ഡിഫറെന്റ് ഉണ്ടായിരിക്കും. നമുക്ക് മനസ്സിലായി, ഒരു ഷർട്ട് ഇടുകയാണെങ്കിൽ പോലും ശരി. പക്ഷേ ഒരുപാട് ഷർട്ടുകൾ ഹോസ്റ്റലിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് പോകുന്നത്. പക്ഷെ അതിന് അതിസൂക്ഷ്മ രീതിയിൽ നമ്മൾ നോക്കുമ്പം ഓരോന്നിനും ഓരോ എനർജി ഉണ്ട് ഈ ലോകത്തിൽ. ഓരോന്നിനും ഓരോതായിട്ടുള്ളൊരു എനർജി ഉണ്ടാവും. അതിപ്പോൾ ഒരു തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്ന രീതിയിലാണ്. തൂണിലും തുരുമ്പിലും തരംഗങ്ങളാൽ പൂരിതമാണ്.
തരംഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുഖ്യത്വം കൊടുക്കേണ്ടത്. കാരണം ഈ പ്രപഞ്ചം മുഴുവനും വ്യാപൃതമായി കിടക്കുന്ന തരംഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വിചാരങ്ങൾ തരംഗത്തിൽ ലയിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയുടെയോ ലോകത്തിന്റെയോ പ്രപഞ്ചത്തിന്റെയോ മറ്റൊരു ദിക്കിനെ തട്ടി തിരിച്ച് പ്രതിഫലിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. റിയാക്ഷൻ ആസ് എ ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ അതേപോലെ ഈ ഒരു വസ്തുവകകൾ വേറൊരു വാടക വീട്ടിൽ നിങ്ങൾ താമസിക്കുന്ന തുല്യം തന്നെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. എന്തിന് അതിഥിയായി പോകുന്ന വീട്ടിലുള്ള വാസ്തുദോഷം പോലും ഒരുപക്ഷെ നിങ്ങൾ ചെന്നൈയിലൊന്നും പോകും, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിലൊന്ന് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ പോകുന്നു, അപ്പം നിങ്ങളുടെ ഒരു വേറൊരു വീടുണ്ട്, അതിഥിയായിട്ട് ആ വീട്ടിൽ പോയി 2 ദിവസം താമസിച്ച ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പോലും ആ വീടിന്റെ വാസ്തുദോഷം ഭാഗികമായി നിങ്ങളെയും ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരുന്നാലും ശരി, എന്തിന് നിങ്ങളുടെ ഒരു ഫ്രണ്ടിലിരിക്കുന്ന ഓഫീസ് ടേബിൾ ആയിരുന്നാലും അതിനൊരു വാസ്തു ഉണ്ടെന്നേ. അപ്പോ ഇതെല്ലാം സസൂക്ഷ്മം ശ്രദ്ധിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെല്ലാം സംസാരിച്ച് പോകുന്നത്. ഇപ്പം ഇതെല്ലാം നോക്കുന്ന ഞാനാണെങ്കിലും ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 26-ാം തീയതി ന്യൂമറോളജിയിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങളുണ്ട്, നിർഭാഗ്യം തരുന്ന ദിവസങ്ങൾ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലുണ്ടെന്ന് വയ്ക്കാം. അപ്പം ആ ദിവസങ്ങൾ പോരാന്നുണ്ടെങ്കിൽ പോലും ഞാൻ യാത്ര ചെയ്യുന്നു. കാരണം എനിക്കറിയാം ഇന്നൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസമാണ്, കുറച്ച് കെയർഫുൾ ആയിട്ട് പോകാമെന്ന് പറഞ്ഞ് ഇതിനു വേണ്ടിയാണ് ഇതിനെ ഉപയോഗിക്കേണ്ടത്. അല്ല ഇതിനെ ഭയന്നിരിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ വാസ്തുദോഷമുള്ള ഒരു വീട്ടിലിരിക്കുകയാണ്, ഒരു 3-4 മാസം ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ തൽക്കാലം ഇപ്പോൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ഒരു വാസ്തുദോഷമുള്ളൊരു വീട്ടിലാണ്, ഒരു ചെറിയൊരു വഴക്കാവുകയാണ്, എനിക്കൊരു കേസിന് പോകേണ്ട, ആഗ്നേയ ഫോൾട്ടുള്ള വീടാണ്, ഒരുപക്ഷെ തിരിഞ്ഞ് നമ്മളെ കൊത്താൻ സാധ്യത ഉണ്ട്, തൽക്കാലം ക്ഷമിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും മറ്റൊരു വീട്ടിലോട്ട്, ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻ ഒരു അതിജീവനത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിലും നമുക്ക് ഇതിനെ കൂട്ടാം. അല്ലാതെ ഇതിനെ അന്ധമായി വിശ്വസിച്ച് ഭയന്നിരിക്കരുതേ എന്നുള്ളൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഇപ്പം ജാതക രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരി, ഇപ്പൊ ജന്മശനിയാണെന്നും പറഞ്ഞ് മീനരാശിക്കാർ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. ഞാൻ ഈ പറയുമ്പോൾ അതേ ജാതകത്തിന്റെ മറ്റൊരു വഴിയുണ്ടെന്നേ. അതായത് ഗുരു തന്റെ ശുഭപാർവയാൽ മീനത്തിനെ നോക്കുന്നു. അപ്പൊ അടുത്തൊരു കാര്യം, അവിടെ ഇപ്പം ശനി ഉണ്ടല്ലോ, ഇപ്പൊ ശനി വക്രമായി കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പോയിക്കോളൂ. ശനി തിരിച്ചു വരുന്നതല്ല, മറ്റൊരു ഗ്രഹം ഓവർടേക്ക് ചെയ്യുമ്പോഴേ. ഇതൊരു ജ്യോതിഷ സബ്ജക്റ്റാണ്. അപ്പം അവിടെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ വൃശ്ചികം, മകരം, മീനം ഈ 3 രാശിക്കാർക്കും ഗുരു പാർവി നിൽക്കുന്ന ഒരു രാശിയാണ്. അപ്പൊ ഈ സമയങ്ങളിൽ ഈ വാസ്തുദോഷമുള്ള വീട്ടിലിരിക്കുന്നവർക്ക് ഒരു ബോധോദയം ഉണ്ടാവും, നമുക്കൊന്ന് മാറിയാലോ. കാരണം ഒരു വെളിച്ചം വരുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത്. അതിനാണ് ഞാൻ ജാതകത്തിൽ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ കാലങ്ങളിൽ ഇത്തരം ആൾക്കാർക്ക് ഒരു വെളിച്ചം വരും, മാനസികമായി ശാരീരികമായി ഒരു ഉന്മേഷവും ഒരു കുറച്ച് മെസ്സേജ് വരുന്നത് പോലെയൊക്കെ തോന്നും. അപ്പോൾ അവർ ഈ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യും, ശ്രദ്ധിക്കാൻ പോലെ വീടിന്റെ കാര്യങ്ങൾ ആ സമയത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങും. ഒരു ജാതകത്തിൽ 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ വീടാ, അമ്മ, വണ്ടി, വാഹനം, ഇതെല്ലാം. അപ്പോ അയാളുടെ ആ ജാതകത്തിൽ 4-ാം ഭാവം മോശമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടിന്റെ ഭാഗങ്ങളിലും ഒരു വാസ്തുദോഷം പേരേണ്ടിയിരിക്കുന്നു എന്നുള്ളതും ഇതിനകത്തുള്ളതാണ്. അപ്പോൾ ഒരു ടെക്നീഷ്യൻ, ഒരു പഠന വിദ്യാർത്ഥി മാത്രമാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതെന്നുള്ള നിർബന്ധതയുണ്ട്. സാധാരണ രീതിയിൽ ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിത്യേന ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നിത്യേന ജോലികളിൽ ഇതെല്ലാം ഒരു ശല്യമായി മാറും. ആവശ്യത്തിന് അതിൻ്റെതായിട്ടുള്ള അനുയോജ്യമായ ഒരാളെ വിളിക്കുക, ഉപയോഗിക്കുക, കഴിഞ്ഞു പ്രശ്നം. പിന്നെ ഒരു ജസ്റ്റ് ഒരു ജനറൽ നോളജിന് വേണ്ടി ചില കേട്ടിരിക്കുക. ചിലപ്പം എന്നെ പലരും ഫോൺ ചെയ്ത്, സാർ കർശനമായി ഞാനിപ്പോൾ പാലിക്കാൻ തുടങ്ങി, കാരണം സാറ് പറഞ്ഞതെല്ലാം അനുഭവങ്ങളിലൂടെ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, അതിൽ നിങ്ങൾ തിരുത്തിയിട്ട് അതിനങ്ങ് വിട്ടുകളയുക. കാരണം വാസ്തു ഉപയോഗിക്കുന്ന ഒരു കർമ്മയുടെ ഭാഗവും കൂടിയാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് കാലം വെയിറ്റ് ചെയ്യണം. കാശ് മേടിക്കാതെ നിങ്ങൾ വർക്ക് ചെയ്ത കാശ് മേടിക്കേണ്ടിരിക്കും. കാശ് മേടിക്കുമ്പോൾ നിങ്ങൾ കാശിലോട്ട് ശ്രദ്ധ പോകും, കൂടുതൽ പഠിക്കാൻ പറ്റില്ല. രണ്ടാമത്, ചില സമയത്ത് ആരംഭശൂരത്തിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടിരിക്കും. ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്താൽ അവന്റെ കർമ്മം നിങ്ങൾ അനുഭവിക്കും. അതിനുള്ള ബാലൻസ് നിങ്ങൾക്ക് വന്നിട്ടില്ല. ഇത് ക്ലാസ്സിൽ ഞാൻ പറയുന്നത്, എല്ലാ ക്ലാസ്സിലും എല്ലാ ദിവസവും സിവിൽ എഞ്ചിനീയേഴ്സ് വരാറുണ്ട്, ക്ലാസ്സിന് പല ആൾക്കാരും വരാറുണ്ട്. അപ്പം അവരോടെല്ലാം ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞാലും ആരംഭശൂരത്തിൽ നിങ്ങൾ കാണിക്കും, ഉറപ്പാ. കുറച്ച്, കാരണം എൻ്റെ 2 ദിവസം ക്ലാസ് എന്ന് പറയുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് പോയി വാസ്തു യോഗ്യ ഒരാൾക്ക് പോയി വാസ്തു സ്വന്തമായി നോക്കാം. ആ രീതിയിൽ 2 ദിവസം ഞാൻ തയ്യാറാക്കി വിടുന്നത്. അത് എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻറ്റാ. അങ്ങനെയാണ് എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചാലും 2 ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അത് ധൈര്യമായിട്ട് അവർക്ക് ഒരു വീട്ടിന്റെ ഭാഗികമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇരിക്കാൻ പറ്റില്ല. ഇവർ അവിടെ പോയിട്ട് ആരംഭശൂരതം കാണിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അതുകൊണ്ട് പേടിച്ച് ഞാൻ പറയും, എന്തെങ്കിലും അവരെ കയ്യിൽ നിന്ന് 50 രൂപയെങ്കിലും അല്ലെങ്കിൽ 500 രൂപയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു കാശ് മേടിക്കുക. അധികം കാശ് മേടിക്കരുതെന്ന് പറയുന്നത് ആ കാശിനോടുള്ള ഇത് പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല അവർക്ക് കൂടുതൽ. അതുകൊണ്ടാണ്. പക്ഷേ കമ്പൽസറി മേടിക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ കർമ്മയാ നിങ്ങൾ മാറ്റി കൊടുക്കുന്നത്, ഡീകോഡ് ചെയ്യുന്നത്. അതിന് നിങ്ങളൊരു പരിഹരണം, നിങ്ങൾ അതിനൊരു തക്കതായ പ്രതിഫലം മേടിച്ചിട്ടേ അത് ചെയ്തു കൊടുക്കും, അവന്റെ കർമ്മ മാറ്റാവും. ഇനി ചില അനുവദനീയമായ വീടുകളുണ്ട്. ആ സമയം ദശാഭുക്തി അന്തരംഗം എല്ലാം കൊണ്ടും അവർക്ക് ആ 4-ാം സ്ഥാനം ഗുരുപ്പാർവ വീഴുന്നു, അല്ലെങ്കിൽ 4-ാം സ്ഥാനം പുരോഗമിക്കുന്നു. അവിടെ ഇനി മറ്റുള്ള സംവിധാനങ്ങളെല്ലാം വിട്ടു മാറുന്നു, മോശം സംവിധാനങ്ങൾ, ശൂழ்നിലകളെല്ലാം മാറുന്നു എന്നുണ്ടെങ്കിൽ ആ വീട്ടിന് ഒരു മെസ്സഞ്ചറെ എത്തുന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ അതെനിക്ക് ബ്ലെസ്സിങ് ആയി വരും.
പക്ഷെ കാലവും പാകവുമാകാത്ത സ്ഥലത്ത് നമ്മൾ വിധി മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വിധി മറ്റൊരു രൂപത്തിൽ ഇതിനും ആണ് നമ്മൾ തക്ക മാനദണ്ഡം മേടിക്കേണ്ടത്. മനസ്സിലായി? പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ അവിടെ നിന്നൊരു രാവിലെ ട്രെയിനിൽ കയറി വന്നൂടെ, എന്തിനാ ഈ വണ്ടിയൊക്കെ ഓടിച്ചു വരുന്നത്, അതുകൊണ്ടല്ലേ ഇത്രയും കാശാവുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് യാത്രയുടെ തന്നെ ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് എല്ലാവരുടെയും കോൾസ് എടുക്കാൻ പറ്റുന്നതും വർക്ക് ചെയ്യാൻ പറ്റുന്നതും യാത്ര ചെയ്യാൻ പറ്റുന്ന ലഗേജ് അതൊക്കെ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ വേറൊരു കാര്യം ചിന്തിക്കണം, അവർക്ക് വേണ്ടി അവരെ വീട്ടിൽ പോയി അവരുടെ ജീവിതത്തിന്റെ മറ്റെല്ലാ സംവിധാനങ്ങളും കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്ത് ന്യൂമറോളജി ആയിരുന്നാലും വാസ്തു ആയിരുന്നാലും ജ്യോതിഷം എല്ലാം പറഞ്ഞു കൊടുത്ത് അവർ സുഖമായി ഉറങ്ങും. ഞാൻ പ്ലാറ്റ്ഫോമിലിരുന്ന് ഉറക്കം തൂങ്ങി ഈ വണ്ടിയിലിരുന്ന് സീറ്റ് കിട്ടാതെ കഷ്ടപ്പെട്ട് വീട്ടിൽ വരണം. ഇത് പലരുടെയും ചിന്തകളാണ്. സോ അത് അവർക്ക് ചിന്തിക്കാം, പക്ഷെ അത് എനിക്കത് അംഗീകരിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വീട്ടിനുള്ളിൽ ഒരു വാസ്തു വിദഗ്ധനെ നിങ്ങൾ വിളിക്കുകയാണെങ്കിലോ വാസ്തു ടെക്നീഷ്യനെ വിളിക്കുകയാണെങ്കിലോ അതൊരു കർമ്മ ഏറ്റുവാങ്ങാൻ പ്രാഗത്തിന് വരുന്നൊരു മനുഷ്യനാണ്. മനസ്സിലല്ലേ? ആ ഈക്വലൈസിന് വേണ്ടിയാണ് ദക്ഷിണ എന്നുള്ളൊരു സംവിധാനം വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിതെല്ലാം വാസ്തു പഠിച്ചിട്ട്, എന്നെ കേൾക്കുന്ന പല ആൾക്കാർ ഇപ്പോൾ വാസ്തു വെച്ചാണ് അടുത്ത വീട്ടിലൊക്കെ പോയി വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ. ദയവ് ചെയ്ത് ചെയ്യരുത്. അത് നിങ്ങൾക്കും ഇച്ചിരി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിലോട്ടേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക.